ഇത് ലൈവ് സൗണ്ട് ടെക്കിൻ്റെ ചാനലിൽ ലൈവ് സൗണ്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് സംബന്ധമായിട്ടുള്ള അല്ലാത്തൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ പഴയ CRT TV-കളിലൊക്കെ ഇങ്ങനെ നമ്മുടെ പെൻ ഡ്രൈവിലുള്ള സിനിമകളൊക്കെ കാണാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് മാർക്കറ്റിൽ വാങ്ങുമ്പോൾ ഭയങ്കര റേറ്റാണ് അങ്ങനത്തെ ഡിവൈസിന്. നമുക്ക് ചെറിയ രീതിയിൽ എങ്ങനെ അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്, അതിൻ്റെ ആക്സസറീസ് വാങ്ങിയിട്ട്. അപ്പോൾ അതിന് വേണ്ടത് ഈ ബോർഡാണ്. ഈ ബോർഡിൽ കിട്ടുന്ന ഫങ്ഷൻസാണ് ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഡിസ്പ്ലേ, പിന്നെ നമുക്ക് റിമോട്ട് കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ തൽക്കാലം ഉപയോഗിക്കാനുള്ള ബട്ടൺസാണ്. ആ ബട്ടൺസിൻ്റെ ഉപയോഗമൊക്കെ ഇതിൽ തന്നെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ബട്ടൺസിൽ എന്തൊക്കെ ഫങ്ഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് നോക്കാം. ഈ കാണിക്കുന്ന ഈ പിന്ന് ഇതാണ് ഇതിൻ്റെ ഓഡിയോ ഔട്ട്, തൊട്ടിപ്പുറത്ത് തന്നെ ഓഡിയോ ഇൻപുട്ടാണ്. ഇത് 5 വോൾട്ട് പവർ, ഇത് വീഡിയോ ഔട്ട്പുട്ട്. ഇതിൻ്റെ തൊട്ടടിയിൽ ഇതൊക്കെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അത് നോക്കി തന്നെ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഒരു ബോർഡിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്, ഞാനിപ്പോൾ എടുത്തൊരു സോപ്പിൻ്റെ പെട്ടിയാണ്. ഇത് മുമ്പേ എടുത്ത് കട്ട് ചെയ്ത് വെച്ചതാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. ഇതങ്ങനെ സെറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഈ ബോർഡ് 12 വോൾട്ട് മുതൽ 5 വോൾട്ട് മുതൽ 12 വോൾട്ട് വരെയുള്ള ഇതിൽ വർക്ക് ചെയ്യും. എന്നാലും ഞാനിത് 5 വോൾട്ടിലേക്ക് 12 വോൾട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് നമുക്കൊരു ട്രാൻസിസ്റ്റർ വേണം. ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഫസ്റ്റ് കാണുന്ന ഈ നമ്പർ ഞാനിവിടെ മെൻഷൻ ചെയ്തിടാം, ട്രാൻസിസ്റ്ററിൻ്റെ നമ്പർ. ഈ കാണുന്ന ഫസ്റ്റ് ലെഗ്, ഈ ലെഗാണ് നമ്മുടെ ഇതിൻ്റെ 12 വോൾട്ട് ഇൻപുട്ട്. തൊട്ട് നടുക്കുള്ളത് മൈനസ്, ലാസ്റ്റ് ഉള്ളത് 5 വോൾട്ട് ഔട്ട്പുട്ട്. ഇങ്ങനെയാണ് വരുന്നത്. ട്രാൻസിസ്റ്റർ നമുക്ക് വായിക്കാൻ പാകത്തിന് മുഖത്തിന് നേരെ പിടിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ കാലിൻ്റെ പൊസിഷൻ പോകുന്നത്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ. ട്രാൻസിസ്റ്ററിൽ നമുക്ക് ഇതുപോലെ സോൾഡർ ചെയ്ത ശേഷം, അതായത് പോസിറ്റീവ് കണക്ഷൻ ഔട്ട്പുട്ട് നമ്മൾ 5 വോൾട്ട് പോസിറ്റീവ് കണക്ഷൻ ട്രാൻസിസ്റ്ററിൻ്റെ ലാസ്റ്റ് കടന്ന് വരുന്ന രീതിയിൽ. അതിനുശേഷം നമ്മുടെ ബോർഡിൽ ഇതിൻ്റെ വോൾട്ടേജ്, അതായത് പ്ലസ് എവിടെ മൈനസ് എവിടെ കൊടുക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കി കറക്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കണക്ഷൻ സോൾഡർ ചെയ്ത് എടുക്കുമ്പോൾ കറക്റ്റ് നോക്കിയിട്ട് തന്നെ സോൾഡർ ചെയ്യണേ. പ്ലസ് മൈനസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ബോർഡ് പോകും, ബോർഡ് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓഡിയോ ഇൻപുട്ട്, അതും ഇതുപോലെ തന്നെ നമ്മൾ നോക്കി കൊടുക്കണം. അതായത് ലെഫ്റ്റ് ഏത്, റൈറ്റ് ഏത്, ഗ്രൗണ്ട് ഏതെന്ന് ബോർഡിലുണ്ട്. ബോർഡിൽ നിന്ന് വരുന്ന വയർ ഇതിനനുസരിച്ച് കറക്റ്റ് ചെയ്ത് സോൾഡർ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കണ്ട് ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് മ്യൂട്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. മ്യൂട്ട് ഒഴിവാക്കിയിട്ട് ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ട് സിഗ്നൽ നമ്മുടെ RC പിന്നിൻ്റെ ഗ്രൗണ്ടായിട്ടും പ്ലസ് സിഗ്നൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റിൻ്റെ പ്ലസ് മൈനസ് ആയിട്ട് കൊടുക്കുക. ലെഫ്റ്റ് ആൻഡ് റൈറ്റിൻ്റെ ഓഡിയോ ഇൻപുട്ടായിട്ട് കൊടുക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്നത് വീഡിയോയുടേതും ഇതുപോലെ ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഏത്, സിഗ്നൽ ഏതെന്ന് അതും അതുപോലെ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ വീഡിയോ കിട്ടില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിനൊരു ഇങ്ങനെ സെറ്റ് ചെയ്ത് ബോർഡ് സോപ്പ് പെട്ടിയുടെ ഉള്ളിലൊരു കേസൊക്കെ ആക്കി ഒന്ന് ഉറപ്പിച്ച് വെക്കാം. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ ഞാൻ എന്തായാലും പുറത്തോട്ട് വെക്കണം, കാരണം ഇത് ഹീറ്റായിട്ടുണ്ടെങ്കിൽ കേസ് ഉരുക്കി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഉറപ്പിക്കട്ടെ. ഈ പെട്ടിയിലൊന്ന് സോപ്പ് പെട്ടിയിൽ ഉറപ്പിച്ച് വെച്ചൊരു കേസാക്കിയിട്ടില്ലെങ്കിൽ വയറൊക്കെ വലിഞ്ഞ് കട്ടായി പോവില്ലേ. സോൾഡർ ചെയ്യട്ടെ. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ ട്രാൻസിസ്റ്റർ ചെയ്ത് ഉരുകുന്നതുകൊണ്ട് പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഹീറ്റ് സിങ്കിൻ്റെ അവിടെ എന്തെങ്കിലും ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും സാധനം സ്ക്രൂ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ചിലപ്പം അടിച്ചു പോകും. ഇതെല്ലാം കൂടെ നമുക്കൊരു 800-850 രൂപയുടെ ഉള്ളിൽ തീരുന്നതേ ഉള്ളൂ. അപ്പോൾ മാർക്കറ്റിൽ വാങ്ങുമ്പോൾ നല്ല റേറ്റ് വരും. നമുക്ക് എന്തായാലും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് കണക്ട് ചെയ്തിട്ടുണ്ട്. 12 വോൾട്ട് നമ്മുടെ സെറ്റ് ബോക്സിൻ്റെ പവറും വീഡിയോയും ഓഡിയോയും ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് TVയുടെ ഇൻപുട്ടിലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒരു ഡിവൈസും കണക്ട് ചെയ്യാതെ ഓൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുക. അപ്പോൾ ഇതിൽ വീഡിയോയുടെ മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. ഇത് ഞാൻ മുമ്പ് എടുത്ത വീഡിയോ ആണ്, വോയിസ് വേറെ ഡബ് ചെയ്യാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ പെൻഡ്രൈവ് എടുത്ത് കുത്തി, നേരത്തെ സിനിമ കണ്ടുകൊണ്ട് കയറുന്നു. അപ്പോൾ അതുകൊണ്ട് പെൻഡ്രൈവ് കുത്തിയാൽ മതി വീഡിയോ ഇതിൽ പ്ലേ ആയി വന്നു, സിനിമ പ്ലേ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണാം USB റീഡ് ചെയ്യുന്നുണ്ടല്ലേ ബോർഡിൽ. അത് നമുക്ക് റിമോട്ട് വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഈ റിമോട്ടിൽ നമുക്കത് എന്താക്കാം, പോസ് ചെയ്യാം, നെക്സ്റ്റ് കാര്യങ്ങളൊക്കെ റിമോട്ടിൽ വരുന്നുണ്ട്. നമുക്ക് വേണ്ട ഫയൽ സെലക്ട് ചെയ്യാൻ ബ്ലൂടൂത്തോ എന്താണെന്ന് വെച്ചാൽ. ബ്ലൂടൂത്തിൽ വീഡിയോ ഇല്ല, ഓഡിയോ മാത്രമേ ഉണ്ടാവൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. USB ബോർഡിനെ കുറിച്ച് ചെറിയൊരു എമൗണ്ടിൽ ചെയ്യാൻ പറ്റിയൊരു ഡിവൈസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പരിചയപ്പെടുത്തിയത്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോകൾ കിട്ടും, വീണ്ടും അപ്ലോഡ് ഉണ്ടാവും. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടൺ കൂടെ ഓൺ ചെയ്ത് വെക്കുക. എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.